ഹലോ കൂട്ടുകാരെ! ഇന്ന് കുറച്ചധികം കറിവേപ്പിലയും ഒരു 2, 3 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വലുതായിട്ട് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കൂലേ അതേ ഒരു പാകത്തിനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 5-6 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു 6 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെറിയ തീയിലിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഞാനൊരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് അതും ഒന്ന് നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നവരെയും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ദാണ്ടെ ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം. അപ്പോൾ ദാണ്ടെ ഇതൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ചേർത്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് ഉണക്കി വെച്ചേക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇത്രയും സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അതാകുമ്പോൾ എളുപ്പം അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. ഇത് കുറച്ചും കൂടെ സമയമെടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. എന്ന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം ഇതുപോലെ ഒന്ന് മിക്സാക്കി നമ്മൾ നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ കൈവച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴിങ്ങനെ പൊടിഞ്ഞ് വരണം. ഇപ്പോൾ ദാണ്ടെ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ആ സൗണ്ടൊക്കെ മാറുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരു ചിൽ ചിൽ എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ദാണ്ടെ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഒന്നായിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. വീണ്ടും അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 5 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഈ ഉരുളക്കിഴങ്ങ് എണ്ണയിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്ന രീതിയിൽ വേണം ഫ്രൈ ആയിട്ട് കിട്ടാൻ. അപ്പോൾ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഉരുളക്കിഴങ്ങിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ ഞാനൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സംഭവമൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം, അരച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം.
അതെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ലപോലെ മാറി ഇതുപോലെ ഒന്ന് അപ്പൊ മുരിഞ്ഞ് ഞാനിത് വന്നിട്ടുണ്ട്. 2-3 വട്ടം അടപ്പ് തുറന്ന് ഈ പാനിൽ നിന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അപ്പൊ അതുപോലെ 1-2 വട്ടം ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. നിങ്ങൾക്കിനി ഇത്രയും ഫ്രൈ ആവണ്ടെങ്കിൽ ഇത്രയും ഫ്രൈ ആക്കണ്ട കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന പൊടി, ആ കറിവേപ്പിലയുടെ പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും, കൊള്ളില്ല എന്നൊക്കെ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. സത്യം പറഞ്ഞാൽ ഈ തൈര് സാദം ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. കുറച്ച് എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ഹെൽത്തിയാണ്, ഈ കറിവേപ്പിലയൊക്കെ നല്ല ഹെൽത്തിയാണ് നമുക്ക്. അപ്പോൾ കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും പൊട്ടറ്റോ ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.